LPG ഗ്യാസ് KYC ഈ മാസം ഓഗസ്റ്റ് 16-നുള്ളിൽ പൂർത്തിയാക്കണം. ഇല്ലെങ്കിൽ പണി കിട്ടും. കാരണം പുതിയ ഗ്യാസ് നിയമമാണ്. പിന്നീട് സബ്സിഡി നഷ്ടപ്പെട്ട ഉയർന്ന തുകയ്ക്ക് ഗ്യാസ് വാങ്ങേണ്ടി വരും. LPG ഗ്യാസ് KYC ഈ മാസം 16-നുള്ളിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ 8-ന്റെ പണി 16-ന്റെ പണിയാകും. ഇരിക്കണമെന്ന് ചുമ്മാ പറയുന്നില്ല. കാരണം ഓഗസ്റ്റ് 16-ന് പുതിയ ഗ്യാസ് നിയമമാണ് വരുന്നത്. പിന്നീട് കരിഞ്ഞിട്ട് കാര്യമില്ല. പുതിയ നിയമമാണ് പിന്നെ വരിക. കാരണം സബ്സിഡി ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഉയർന്ന തുകയിൽ നിങ്ങൾ ഗ്യാസ് വാങ്ങുന്നത് ഇത്ര ഇരട്ടിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ വാങ്ങേണ്ടി വരും. അത് പുതിയ നിയമം വരുന്നതോടെ മലയാളികളുടെ അടുക്കള ബഡ്ജറ്റ് താളം തെറ്റും എന്നറിയാം. ഇത് തെറ്റാതിരിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. സബ്സിഡി അത്യാവശ്യമായി വരുന്നത് 2026 ഓഗസ്റ്റ് 16 മുമ്പ് നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് കമ്പനികളും ഉദ്യോഗസ്ഥരും പറയുന്നത്. ഈ KYC പൂർത്തിയാക്കാൻ സബ്സിഡി ലഭിക്കുകയും ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല, ഇന്ന് 14 ഇനി കേവലം 2 ദിവസം മാത്രമേ ഉള്ളൂ. തിങ്കളാഴ്ച വരെ ഇനി സമയമുള്ളൂ. എത്രയും പെട്ടെന്ന് പോയി ചെയ്യാത്തവർ ചെയ്യുക. ഉയർന്ന വാണിജ്യ നിരക്കിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇപ്പം നമുക്കറിയാം, നാളെ ഓഗസ്റ്റ് 15 പൊതു അവധിയാണ്. പിന്നെ ഓഗസ്റ്റ് 16 തിങ്കൾ ദിവസം ഈ KYC പൂർത്തിയാക്കാൻ പറ്റുമോ ഇല്ലയെന്ന് സംശയമുണ്ട്. ഇനി അതിന് കേവലം 2 ദിവസം മാത്രമേ ഉള്ളൂ. ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മിനിറ്റുകൾക്കകം തന്നെ പൂർത്തിയാക്കാവുന്നതാണ്. പലരും ഇതുവരെ ഈ കാര്യം ഗൗരവമായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റേ കാര്യം. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ അറിവ് സാഹചര്യത്തിൽ പോലും ഇവർ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. ജനങ്ങൾ LPG പാചകവാതകങ്ങൾ ആധാർ അടിസ്ഥാനമായിട്ടുള്ള നിർബന്ധമായി പൂർത്തീകരിക്കുന്നുണ്ട്. ഇന്ത്യൻ ഓയിൽ ഉൾപ്പെടെയുള്ള ഇതിനായി ഗുണഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. ഇന്ന് കേരളത്തിലെ ഭൂരിഭാഗം വീടുകളിലും പാചകത്തിന് ആശ്രയിക്കുന്ന LPG ഗ്യാസിനെയാണ്. KYC ചെയ്യാത്ത മൂലം കാർഷിക ആനുകൂല്യം നഷ്ടപ്പെട്ട് അത് തീരെ നഷ്ടമാകും. സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. സാധാരണക്കാരായ മലയാളികളുടെ കുടുംബ ബജറ്റിനെ സാരമായിട്ട് ബാധിക്കും. ഓഗസ്റ്റ് 16 സമയപരിധി കൊടുത്തിട്ടുള്ള അവസാനം വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് പോയി ചെയ്യുക. സൈറ്റ് ഹാങ്ങാവാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇന്ത്യൻ HP, ഭാരത് ഗ്യാസ് എന്നീ 3 കമ്പനിയുടെ ഗുണഭോക്താക്കൾക്കും നിയമം ഒരുപോലെ ബാധകമാണ്. ഇനി നിങ്ങൾക്ക് ഒട്ടും സമയമില്ല. കാരണം ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് പോകാനുള്ള സമയമോ സിലിണ്ടർ വിതരണം ചെയ്യാൻ വരുന്ന ഡെലിവറി ജീവനക്കാർ വഴി ഈ മാറ്റം നടത്തുകയാണെങ്കിൽ സമയം കൂടുതൽ വേണ്ടിവരും. അതിനേക്കാൾ എളുപ്പം സ്വന്തം മൊബൈൽ ആപ്പ് വഴിയോ ഈ KYC പൂർത്തിയാക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.